ഹലോ, ഇന്ന് നമുക്ക് ബൻസി റവ കൊണ്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവയാണ് ഞാനിപ്പോൾ ഇട്ടത്. നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. വളരെ കുറച്ച് റവയേ ഉള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും. ഇതിപ്പോൾ 1/2 ലിറ്റർ പാലിന് വേണ്ടിയിട്ടുള്ള അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പാലൊഴിക്കാം. ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഒരു നുള്ളി ഏലക്കാപ്പൊടി, കുറച്ച് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് ഞാൻ ഇട്ട് നോക്കുന്നുണ്ട്, പിങ്ക് കളർ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. 1 ടേബിൾ സ്പൂൺ സാബൂനരി കഴുകി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കുക. ഫ്ലെയിം ലോവിൽ തന്നെയാണ് ഉള്ളത്, ഓഫാക്കിയിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ചേർക്കാം. 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തത്. ഇനി 1 ടേബിൾ സ്പൂൺ നെയ്യ്, ഇപ്പം ഉണ്ടാക്കി മാറ്റി വെച്ച നെയ്യാണത്, അതും കൂടി ചേർത്തു. കുക്കർ അടച്ച് 2 വിസിൽ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. രണ്ട് വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് അതുപോലെ തന്നെ അടച്ച് മാറ്റി വെക്കാം. ഇനി അരമണിക്കൂർ കഴിഞ്ഞു. തുറക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ റവയൊക്കെ ചിലപ്പോൾ സൈഡിൽ പിടിക്കും, അതുകൊണ്ടാണ്. പിങ്ക് കളറൊന്നും വന്നില്ല എന്തായാലും. അപ്പോൾ നമ്മുടെ പായസം ഇതാ കറക്റ്റ് പഞ്ചസാരയും ഒക്കെ ഉണ്ട്, ആവശ്യത്തിനുള്ള പഞ്ചസാരയുണ്ട്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ച് 1 സ്പൂണും കൂടി വേണമെങ്കിൽ ചേർക്കാം. ഇത് കറക്റ്റാണ്, നോക്കിയിട്ട് മാത്രം ചേർത്താൽ മതി. അപ്പോൾ പായസത്തിന് നല്ല സാധാരണ പായസത്തിൻ്റെ അതേ കൺസിസ്റ്റൻസിയുള്ള പായസം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇതിലേക്ക് വറുത്ത് ചേർത്താൽ നമ്മുടെ പായസം റെഡിയായി. ഇനി അതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ആദ്യമേ വേണമെങ്കിൽ കുക്കറിൽ വറുത്ത് മാറ്റി വെച്ചിട്ട് അതിലേക്ക് ബാക്കി റവയും സാധനങ്ങളും ചേർത്ത് വിസിലടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.